നമ്മളെ പ്രോപ്പർട്ടി ഏതാണ്ട് ഇവിടുന്ന് തുടങ്ങി കേട്ടോ. ഈ റോഡ് കാണുന്ന അവിടെ മുതൽ നമ്മളെ പ്രോപ്പർട്ടി സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഇവിടം വരെ അത്യാവശ്യം വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരു വീടുകളും ഇല്ല, ഒന്നുമില്ല. പക്ക പ്രൈവസിയിലാണ് സാധനം കിടക്കുന്നത്. ഈ വഴി ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചാണ്. ഞാനിനി എന്ത് ചെയ്യുക, അവിടെ എത്തിയിട്ട് ഒന്ന് ബാക്കി ഡീറ്റെയിലും കൂടെ എടുത്തുതരാം. നമ്മളിതിൻ്റെ മുറ്റത്താണ് ഉള്ളത്. ഇതാണ് എൻട്രൻസ് കേട്ടോ. നമ്മൾ വന്ന വഴിയാണ്. ഇതിൻ്റെ വ്യൂ എന്ന് പറഞ്ഞാൽ താഴെ വയലൊക്കെയാണ്, ശാന്തമായ ഒരു അന്തരീക്ഷമാണ്. ഇങ്ങനെയാണ് താഴോട്ട് കിടക്കുന്നത്. ഈ താഴെ കറക്റ്റ് നമ്മളെ ബൗണ്ടറി ഇതേമാതിരി ഫുള്ള് 50 സെൻറ്റ് ഉണ്ട്. ഇതേമാതിരി നെറ്റിൻ്റെ വേലിയാണ്. അപ്പോൾ ഒരു എൻട്രൻസ് പോലും ഇതിൻ്റെ ഉള്ളിലോട്ട് വരില്ല. താഴോട്ടും കുറച്ച് സ്ഥലം കിടക്കുന്നുണ്ട്. വീട് കിടക്കുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഇങ്ങനെയാണ് വീടുള്ളത്. 2 നില വീടാണ്. ഇതിൻ്റെ ഉൾസൈഡൊക്കെ നല്ല അടിപൊളിയാണ്. ഞാനത് വീഡിയോയിൽ ജസ്റ്റ് കാണിക്കുന്നുണ്ട്. പഴയൊരു ആലുണ്ടായൊരു ബിൽഡിങ്ങാണ്. ഇതിൻ്റെ മേലോട്ട് നമുക്ക് സ്ഥലമുണ്ട്. 50 സെൻറ്റ് മേലോട്ടാണ് കിടക്കുന്നത്. ഇഷ്ടംപോലെ മിറ്റുണ്ട്. ഇതിലൊരു സ്വിമ്മിംഗ് പൂളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഓണർ ചെയ്തു തരും. നല്ല സൗകര്യമുണ്ട്. 50 സെൻറ്റ് സ്ഥലമുണ്ട്. ഇതിന് പ്രത്യേകത എന്താ വെച്ചാൽ ഇത് ശരിക്കും ടൗണിലുള്ളൊരു പ്രോപ്പർട്ടിയാണ്. പക്ഷേ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടുമില്ല. അത്രയും പ്രൈവസിയാണ്. കിണറുണ്ട്. നിലവിൽ ഇതിലുള്ള ഒരു ഷെഡാണ്. വെള്ളത്തിനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല കേട്ടോ. അപ്പോൾ ഇത് നല്ലൊരു ഹോം സ്റ്റേ ആക്കിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ ടൗണിൽ തിരക്കുന്നൊക്കെ മാറി നിൽക്കുന്ന ആൾക്കാർക്ക് ഇവിടെ വന്ന് താമസിക്കാം. ബാക്കിലോട്ട് കാപ്പിത്തോട്ടമാണ്. അപ്പോൾ ആ തോട്ടത്തിലൊക്കെ നമുക്ക് വേണമെങ്കിൽ ഡെവലപ്പ് ചെയ്ത് ചെറിയ ഹട്ടുകളൊക്കെ ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു അന്തരീക്ഷം വരുന്നത്. ഇത് ഒരു ജസ്റ്റ് ഒന്ന് ഇരിക്കാൻ വേണ്ടിയിട്ട് റെസ്റ്റ് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു ചെറിയൊരു സംഭവം ഉണ്ടാക്കിയിട്ടാണ്. ഇതൊക്കെ ഒന്നുകൂടെ ഒന്ന് സെറ്റപ്പ് ആക്കിയാൽ നല്ലൊരു ഹട്ട് മാതിരി ആവും. ഇവിടെയൊക്കെ വന്നിരിക്കാൻ നല്ല രസമാണ്. നല്ല ക്ലൈമറ്റുള്ള ഏരിയയാണ്. താഴേക്ക് നല്ല ഒരു വയലിൻ്റെ ഒരു അന്തരീക്ഷമുണ്ട്. അതിൻ്റെ ഉള്ളും കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്ത് കാണിച്ചു തരാം. നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ ഉള്ളൊന്ന് കാണാം. ഇങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളിൽ വരുന്നത്. കയറുന്നിട്ട് ഇവിടെ വിസിറ്റേഴ്സിനൊക്കെ ഇരിക്കാനുള്ളൊരു സെറ്റപ്പ്, ഒരു ഹാള്. ഇത് റൂമാണ് കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ഉപയോഗിക്കാം. പ്രത്യേകത എന്താ വെച്ചാൽ മച്ചാണ് മേലെ. അപ്പോൾ അതിൻ്റെ ഒരു വലിയൊരു കൂളിംഗ് ഇതിൻ്റെ ഉള്ളിൽ എപ്പോഴും കിട്ടും. ഇത് ചെറിയൊരു ഹാളാണ്. ഇവിടെ ഒരു ബെഡ്റൂം വരുന്നുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ളൊരു ബെഡ്റൂമാണ്. അതേപോലെ ഈ സൈഡിൽ ഒരു ബെഡ്റൂമും കൂടെ വരുന്നുണ്ട്. തറയൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാകും. തറയൊക്കെ നല്ല ടൈലിട്ടതാണ്. ഇത് നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ്. താഴെ കോമൺ ബാത്റൂമാണ് വരുന്നത് കേട്ടോ. പിന്നെ ഒരു ഡൈനിങ് ഏരിയ, അത് കഴിഞ്ഞ് കിച്ചൺ. പിന്നെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ നിങ്ങൾ കാണുന്നുണ്ടാവും, നമ്മളെ പഴയ മാതിരിയുള്ള കോണിപ്പടിയാണ്. അത് അതേപോലെ ഇതിൽ നിലനിർത്തിയിട്ടുണ്ട്. ആ മരത്തിൻ്റെ കോണിയാണ്. ഇതൊന്നും ഇപ്പോൾ എവിടെയും കാണാനില്ല. ഇത് പഴയ കോണിയാണ്. ഇത് ഇവർ പെയിൻ്റൊക്കെ ചെയ്ത് നല്ല വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ മുകളിലോട്ടുള്ള വഴി വരുന്നത്. മുകളിലുള്ള ടൈല് വ്യത്യാസമുണ്ട്, താഴത്തെ ടൈല് മാതിരിയല്ല. ഈ ഒരു നമ്മൾ കോണിക്കോട് എന്നൊക്കെ പറയും, ഇത് അതേമാതിരി ഇവർ നിലനിർത്തിയിട്ടുണ്ട്. ഫുള്ള് മച്ചാണ് കേട്ടോ. അപ്സ്റ്റെയർ മൊത്തം മച്ചാണ്. ഇവിടെ ഒരു വലിയ ബെഡ്റൂമുണ്ട്, അത് അറ്റാച്ച്ഡാണ്.
ഇങ്ങനെയാണ് ഈ ഒരു ബെഡ്റൂം വരുന്നത്. പിന്നെ ഇവിടെ ചെറിയൊരു ഹാള്, അത് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുകയാണ് നമ്മൾ. ഇതൊക്കെ നമുക്ക് വേണമെങ്കിൽ നല്ലൊരു ബാൽക്കണിയൊക്കെ ആക്കി മാറ്റാം. ഇവിടെ ഒരു ചെറിയ റൂമുണ്ട്, ഒരു ഇരിക്കാനുള്ള ചെറിയൊരു സ്പേസ് ഇവിടെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഉൾവശം വരുന്നത്. ബാക്കിയുള്ള കാര്യങ്ങൾ ഞാനിതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്കിപ്പോൾ പറഞ്ഞുതരാം. ഈ പ്രോപ്പർട്ടി 15 ലക്ഷം രൂപ പണയത്തിനാണ് ഇതിൻ്റെ ഓണർ ഉദ്ദേശിക്കുന്നത്. അതായത് പണയത്തിനെന്ന് പറഞ്ഞാൽ 1 വർഷം പണയം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, ആ വീട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് റെൻറ്റ് കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ ഒഴിവാകുമ്പോൾ ആ 15 ലക്ഷം രൂപ നമുക്ക് റിട്ടേൺ തരണം. അപ്പോൾ ഈ 1 വർഷം നമുക്ക് എന്ത് ചെയ്യുക, ഇത് വേണമെങ്കിൽ ഹോം സ്റ്റേ ആയിട്ട് നടത്താം. ഇനി വീട് എടുക്കേണ്ടവർക്ക് വീടായിട്ട് വേണമെങ്കിൽ അങ്ങനെ കൊണ്ടു നടക്കാം. അപ്പോൾ 15 ലക്ഷം രൂപ പണയത്തിലാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത്. അപ്പോൾ ഈ ഹോം സ്റ്റേ ഒക്കെ നടത്തി എക്സ്പീരിയൻസ് ആവാൻ താല്പര്യമുള്ള ആൾക്കാർക്കൊക്കെ പറ്റുന്നൊരു പരിപാടിയാണ്. കാരണം അവർക്ക് ഒരു 15 ലക്ഷം രൂപ മുടക്കി കഴിഞ്ഞാൽ ആ പൈസ എവിടെയും പോവില്ല, അത് തിരിച്ച് കിട്ടുകയും ചെയ്യും. നമുക്ക് വേണമെങ്കിൽ ഒന്ന് ഹോം സ്റ്റേ ചെയ്ത് എന്താ പറയുക, ഒരു എക്സ്പീരിയൻസ് ആക്കാം. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ വിളിക്കുക. നല്ല പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ ഞാൻ പറഞ്ഞില്ല. ഇതിൻ്റെ ലൊക്കേഷൻ നമ്മൾ കൽപ്പറ്റ ടൗണിലാണ് ഇത് കിടക്കുന്നത്, കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയിലാണ് കിടക്കുന്നത്. പക്ഷേ നല്ല പ്രൈവസി ഉള്ള ഒരു ഏരിയയിലാണ് കിടക്കുന്നത്. നമ്മളെ മരവയൽ സ്റ്റേഡിയത്തിൽ നിന്ന് ഒരു 1 കിലോമീറ്റർ ഡിസ്റ്റൻസിൻ്റെ ഉള്ളിലാണ് ഈ ലാൻഡ് കിടക്കുന്നത്, കൽപ്പറ്റ മരവയൽ സ്റ്റേഡിയത്തിൻ്റെ ആ ഒരു ഡിസ്റ്റൻസിൽ. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ വിളിക്കുക. വീഡിയോ കണ്ട് പോകുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം.